ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ലെപ്പൂസ് ഡയറി. ഇന്ന് ഞാൻ മൂൺ ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. വൈകുന്നേരമൊക്കെ ചായക്ക് കുറിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. ഈസി ആയിട്ട് ഓവനൊന്നും ഇല്ലാതെ നമുക്കിത് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. മൈദ, പൊടിച്ച പഞ്ചസാര, നെയ്യ്, ഉപ്പ്, ബേക്കിംഗ് സോഡ, വെള്ളം. ബേക്കിംഗ് സോഡ ഓപ്ഷണലാണ്. നമുക്കിനി ഒരു മാവ് ഉണ്ടാക്കണം. അതിന് വേണ്ടി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മൈദപ്പൊടി താല്പര്യമില്ലെങ്കിൽ ആട്ട ഉപയോഗിച്ചാലും മതി. ഇനി അതിലേക്ക് 1/3 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇവിടെ മൈദക്ക് വരെ ആട്ട യൂസ് ചെയ്യുക. ആട്ട യൂസ് ചെയ്താൽ ടേസ്റ്റിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഇനി 1 ടേബിൾ സ്പൂണ് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യിന് പകരം നിങ്ങൾക്ക് ഓയിലോ മെൽറ്റഡ് ബട്ടറോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യുക. ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസവും വരില്ല, ഒരേ ഇതായിരിക്കും. അപ്പോൾ നെയ്യില്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മെൽറ്റഡ് ബട്ടർ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു നുള്ളു ബേക്കിംഗ് സോഡ ഇവിടെ ചേർത്ത് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്. ബേക്കിംഗ് സോഡ ചേർത്താലാണ് ആ ബിസ്ക്കറ്റിന് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുന്ന ആ ടെക്സ്ചർ കിട്ടുള്ളൂ. ഇനി നമുക്ക് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെച്ചിട്ട് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പെട്ടെന്ന് തന്നെ നമ്മൾ വെള്ളം ചേർത്താൽ വെള്ളം കൂടിയിട്ട് ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ഡോ ആയി പോകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് വെള്ളം ചേർത്തുമ്പോൾ 1 സ്പൂണായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു ചപ്പാത്തീൻ്റെ പരുവത്തിലുള്ള ഒരു ഡോ ആണ് കിട്ടേണ്ടത്. അധികം ലൂസും ആവരുത്, എന്നാൽ അധികം കട്ടിയും ആയി പോവരുത്. ഇനി ഈ ഡോ നമുക്കൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ ടൈം ഇല്ലെങ്കിൽ നേരത്തെ തന്നെ പരത്തി ചുട്ടാലും ഒരു പ്രശ്നവും ഇല്ല. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഡോ ഒന്ന് പരത്തിയെടുക്കണം. പരത്തുന്നതിന് മുന്നായിട്ട് ഡോൻ്റെ മുകളിൽ നല്ലപോലെ മൈദ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഡോ ബോർഡിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്യാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നല്ലപോലെ ഇതൊന്ന് പരത്തിയെടുക്കുക. പരത്തുന്നതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് കുറച്ച് തിക്കായിട്ടാണ് നിങ്ങൾ പരത്തുന്നതെങ്കിൽ കുക്കീസ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടുക. അല്ലെങ്കിൽ നിങ്ങൾ തിന്നായിട്ടാണ് പരത്തുന്നതെങ്കിൽ കുക്കീസ് കുറച്ചുകൂടെ ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാകുക, കറുമുറു ആയിട്ടാണ് ഉണ്ടാകുക. ഇനി ഏതെങ്കിലും ഒരു ബോട്ടിൽ ക്യാപ്പ് യൂസ് ചെയ്യുക. സർക്കിൾ ഷേപ്പിലുള്ള ഏതെങ്കിലും ഒരു ബോട്ടിൽ ക്യാപ്പ് യൂസ് ചെയ്തിട്ട് മൂൺ ഷേപ്പ് ഉണ്ടാക്കുക. വീഡിയോയിൽ കാണുന്നത് മാതിരി തന്നെ കട്ട് ചെയ്തെടുത്താൽ മതിയാവും. നമുക്ക് ഏത് ബോട്ടിൽ ക്യാപ്പ് വേണേലും യൂസ് ചെയ്യാം. പ്ലാസ്റ്റിക്കിൻ്റെതോ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ സ്റ്റീലിൻ്റെ ക്യാപ്പ് യൂസ് ചെയ്താൽ മതി. സർക്കിൾ ഷേപ്പ് ആയാലും മതിയേ ഉള്ളൂ. അങ്ങനെ നമുക്ക് വീഡിയോയിൽ കാണുന്നത് മാതിരി തന്നെ കുക്കീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മൾ കുക്കീസൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് ഓയിൽ ചൂടാക്കി എടുക്കണം. ഈ കുക്കീസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത്. ഓയിൽ നല്ലപോലെ ചൂടായി വന്നാൽ ഫ്ലെയിം മീഡിയത്തിലാക്കാം. എന്നിട്ട് നമ്മുടെ കുക്കീസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്യാൻ. അതേപോലെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുക്കീസ് ഒന്ന് തിരിച്ചു മറിച്ച് വിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാൻ വിട്ടു പോവരുത്. എന്നാലേ 2 ഭാഗവും ഒരുപോലെ കുക്കായി കിട്ടുള്ളൂ. ഇനി ഇതൊന്ന് ബ്രൗൺ കളർ ആവട്ടെ. അധികം ഡാർക്ക് ബ്രൗൺ ഒന്നും ആവണ്ട, ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് കിട്ടിയാൽ മതി. അപ്പോൾ അതാ നമ്മൾ കുക്കീസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എണ്ണ ഒന്നും കുടിക്കില്ല. കുക്കീസ് നല്ല ക്രിസ്പി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ബാക്കി വരുന്ന എല്ലാ കുക്കീസും നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇനി ഇപ്പോൾ മധുരം കുറവായി തോന്നുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ കഴിക്കാം. ഇത് നമുക്ക് വൈകുന്നേരം ചായക്കൊക്കെ കുറിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. നിങ്ങൾക്കിത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിലിട്ടിട്ട് ഒരുപാട് കാലം ഇത് സൂക്ഷിച്ച് വെക്കാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.